പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, 2026 സമസ്ത 8ാം ക്ലാസ് പാദവാർഷിക പരീക്ഷ ഈ മാസം 18-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ഇനി നമ്മുടെ മുമ്പിലുള്ളത്. ഇനിയുള്ള സമയം പരീക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ പഠനവും തയ്യാറെടുപ്പൊക്കെ എത്രത്തോളം ആയി എന്ന് വിലയിരുത്തപ്പെടേണ്ട സമയമാണ്. കാരണം പല മദ്രസയിലും റിവിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, മോഡൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ മുമ്പിലുള്ള സമയം വളരെ നിർണായകമാണ്. പരമാവധി സമയം ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ നല്ല മാർക്കോടുകൂടെ അല്ലെങ്കിൽ മുഴുവൻ മാർക്കോടുകൂടെ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. കഴിഞ്ഞ വാർഷിക പരീക്ഷയിലും മറ്റൊക്കെ നമ്മുടെ ചാനലിലൂടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ ചെയ്തിരുന്നു. പല കുട്ടികൾക്കും അത് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിച്ചു. അൽഹംദുലില്ലാ. ഇനി തുടർന്നും മറ്റു പരീക്ഷയിൽ നമ്മുടെ ചാനലിലൂടെ നല്ല നല്ല വീഡിയോകൾ നമുക്ക് ചെയ്യണം. അതിന് നിങ്ങളുടെ സപ്പോർട്ടായ സബ്സ്ക്രൈബ് ആവശ്യമാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് 8ാം ക്ലാസ്സിൻ്റെ പാദവാർഷിക പരീക്ഷയുടെ ലിസാനുൽ ഖുർആനിൻ്റെ മോഡൽ ചോദ്യപേപ്പറും പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പഠിക്കേണ്ട പാഠങ്ങളും ഇതൊക്കെ ചർച്ച ചെയ്യുകയാണ്. ആദ്യം നമുക്ക് മോഡൽ ചോദ്യപേപ്പർ ഒന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യത്തിൽ നിങ്ങൾക്ക് കാണാം, ഇക്തഷിഫുൽ അഫ്ആല സുലാസിയത്തുൽ മുശറത്ത വ വസ്നഹ മിനൽ ആത്തിയ. താഴെ കൊടുത്തിരിക്കുന്ന 3 സെൻറ്റൻസുകളുണ്ട്. ആ സെൻറ്റൻസിൽ നിന്ന് നിങ്ങൾ സുലാസിയായ ഫീലിനെയും അതുപോലെ തന്നെ അതിൻ്റെ വസ്നിനെയും കണ്ടെത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് നോക്കാം. ഖലഖല്ലാഹു സമാവാത്ത് വൽ അർള്. ഖലഖല്ലാഹു, അള്ളാഹു താല സൃഷ്ടിച്ചു, സമാവാത്തി വൽ അർള്, ആകാശഭൂമികൾ അള്ളാഹു സൃഷ്ടിച്ചു. ഇതിൽ ക്രിയ ഏതാണ്? ഖലഖ എന്നുള്ളതാണ് ക്രിയ. പിന്നെ ആ ക്രിയയുടെ വസ്ൻ ഏതാണ്? ഫഅലയാണ്. ഫഅല ഖലഖ, ഫഅല വസ്നിക്കാണ് അത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത ചോദ്യം വായിക്കുന്നതിന് മുമ്പ്, എന്താണ് ഈ സുലാസി മുജറദ്? എന്താണ് സുലാസി മസീദ് ഫിഹി? എന്താണ് റുബായി മുജറദ്? റുബായി മസീദ് ഫിഹി എന്താണ്? പല ആളുകൾക്കും അറിയാം, അറിയാത്തവരുണ്ടാകും. അവർക്ക് വേണ്ടി നമുക്കൊന്ന് വിശദീകരിക്കാം, അറിയുന്നവർക്കൊന്നുകൂടെ പഠിക്കാമല്ലോ. ഇപ്പോൾ അറബി ഭാഷയിലേക്ക് വരുമ്പോൾ നിങ്ങളിവിടെ കാണുന്നില്ലേ, അറബി ഭാഷയിലെ ക്രിയകളാണല്ലോ ഈ സുലാസിയും റുബായിയും ഒക്കെ ആകുന്നത്. ക്രിയ എന്ന് പറഞ്ഞാൽ അടിച്ചു, കുളിച്ചു, പിന്നെ ഉറങ്ങി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ക്രിയകൾ. ആ ക്രിയകളിലേക്ക് നോക്കുമ്പോൾ ഒന്നിരിക്കൽ അതിൻ്റെ അടിസ്ഥാന അക്ഷരങ്ങൾ 3 ആയിരിക്കും. അതാണ് അടിസ്ഥാനം 3 അക്ഷരമായത് എന്ന് കൊടുത്തിട്ടുള്ളത്. അടിസ്ഥാനം 3 അക്ഷരങ്ങളായുള്ളതായിരിക്കും. അല്ലെങ്കിൽ ആ ക്രിയയിലെ അടിസ്ഥാന അക്ഷരങ്ങൾ 4 ആയിരിക്കും. അതാണ് ഇപ്പുറത്തെ സൈഡിൽ അടിസ്ഥാനം 4 അക്ഷരമായത്. ഈ അടിസ്ഥാനം 3 അക്ഷരമായത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിലെ വിരലിൻ്റെ എണ്ണം എത്രയാണ്? 5 ആണല്ലോ. ആ 5 വിരലാണ് അടിസ്ഥാനം. എന്നാൽ ചില ആളുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ചെറിയ ഒരു വിരലോ അല്ലെങ്കിൽ 2 വിരലോ ഒക്കെ ഉള്ള ആളുകളെ. അപ്പോൾ അതുപോലെ ഇനി ഈ അടിസ്ഥാനം 3 അക്ഷരമായതിൽ തന്നെ ഈ അടിസ്ഥാന അക്ഷരങ്ങൾ മാത്രം വരുന്ന ക്രിയകളുണ്ടാവും. അതിൽ 2 വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് ഇപ്പോൾ നമ്മുടെ ഫാല പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ വായിച്ച ഖലക്ക പോലെ, അതിൽ വെറും 3 അക്ഷരം മാത്രമേ ഉള്ളൂ. അതിൻ്റെ അടിസ്ഥാന അക്ഷരം 3ഉമാണ്, അതിൽ വെറും 3 അക്ഷരമേ ഉള്ളൂ. ഇനി രണ്ടാമത്തൊരു ടീം അതിൽ വരുന്നുണ്ട്. അതിൽ അടിസ്ഥാനം 3 അക്ഷരമാണ്, പക്ഷേ അടിസ്ഥാനം 3 അക്ഷരത്തിനേക്കാൾ ചിലപ്പോൾ ഒരക്ഷരം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിരലോ ചിലപ്പോൾ 2 വിരലോ ചിലപ്പോൾ 3 വിരലോ ഒക്കെ കൂടി വരുന്ന ആൾക്കാരുണ്ട്. അതുപോലെ അറബിയിലുണ്ട്. അതിൻ്റെ അടിസ്ഥാനം 3 തന്നെ ആയിരിക്കും, പക്ഷേ അതിനേക്കാളും 1, 2, 3 ഒക്കെ അക്ഷരങ്ങൾ കൂടി വരുന്നതുണ്ട്. ഇനി ഇപ്പുറത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇതുപോലെ തന്നെ അടിസ്ഥാനം 4 വരുന്നത്, 4, അതിൽ തന്നെ 2 വരുന്നുണ്ട്. ഒന്ന് 4 അക്ഷരങ്ങൾ മാത്രം വരുന്നത്, അതിൽ 4 അക്ഷരങ്ങൾ മാത്രമേ ആ ക്രിയക്ക് ഉണ്ടാവൂ. ഇനി അതിൽ വരുന്ന രണ്ടാമത്തെ ഇനം, അതിൽ അടിസ്ഥാന അക്ഷരങ്ങൾ 4 ആയിരിക്കും, പക്ഷേ അതിൽ 1, 2, 3 1, 2 അക്ഷരങ്ങൾ കൂടി വരുന്നത്. സുലാസിയിലാണ് 1, 2, 3 അക്ഷരങ്ങൾ കൂടി വരുന്നത്. റുബായിലേക്ക് വരുമ്പോൾ 1, 2 അക്ഷരങ്ങൾ കൂടി വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ അറബി ഭാഷയിലെ ക്രിയകൾ വേർതിരിയുന്നത്. ഇതിൽ ഒന്നാമത്തത് സുലാസിയാണ്, 3 അക്ഷരമുള്ളത്. അതിൽ തന്നെ 2 വരും. ഒന്ന് 3 അക്ഷരം മാത്രമുള്ളത്, അത് സുലാസി മുജറദ്. ഇനി 3 അക്ഷരത്തിനേക്കാൾ അതിൽ 1, 2, 3 അക്ഷരങ്ങളൊക്കെ കൂടി വരും, അത് സുലാസി മസീദ് ഫിഹി. ഇനി 4 അക്ഷരമുള്ളതിന് റുബായി എന്ന് പറയും. 4 അക്ഷരം മാത്രമുള്ള ഇനത്തിന് എന്താ പറയുക? റുബായി മുജറദ്. 4 അക്ഷരത്തിനേക്കാൾ 1, 2 അക്ഷരം കൂടി വന്നു കഴിഞ്ഞാൽ റുബായി മസീദ് ഫിഹി ആയിരിക്കും. ഇപ്പം നമ്മൾ എത്ര ഇനങ്ങൾ പറഞ്ഞ് ഒന്ന് ആലോചിച്ച് നോക്ക്. ആദ്യത്തിൽ സുലാസിയിൽ 2, റുബായിൽ 2, അങ്ങനെ 4 ഇനങ്ങൾ പറഞ്ഞു. ഇനി ആ 4 ഇനങ്ങൾക്കും പാഠത്തിൽ ഏതൊക്കെ വസ്നുകൾ പറഞ്ഞിട്ടുണ്ട് എന്നുകൂടെ നമുക്ക് നോക്കാം. ആദ്യം പറഞ്ഞത് 3 അക്ഷരങ്ങൾ മാത്രമുള്ളതാണ്. 3 അക്ഷരങ്ങൾ മാത്രം വരുന്ന സുലാസി മുജറദിനിക്ക്
5 ബാബുകൾ പറഞ്ഞിട്ടുണ്ട്. 5 ബാബുകൾ എന്ന് പറയുമ്പോൾ ഫഅല യഫ്ഉലു എന്ന് പറയുമ്പോഴാണ് ഒരു ബാബായത്. ഇനി ഫഅല മാത്രം പറഞ്ഞാൽ അത് വസിനാണ്. അപ്പോൾ വസിനും ബാബും തമ്മിൽ നമ്മൾ വേർതിരിച്ചറിയണം. ഫഅല യഫ്ഉലു എന്ന് പറയുമ്പോൾ ബാബായി, ഫഅല എന്ന് മാത്രം പറഞ്ഞാൽ വസിനായി. ഇനി നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തത് ഫഅല യഫ്ഉലു, ഐനിക്ക് ലമ്മാണ്. അടുത്തതും ഫഅല തന്നെയാണ്, പക്ഷേ ഐനിക്ക് കെസർ, അപ്പോൾ ലമ്മുമായി കെസറുമായി. ഇനി ഫത്തഹല്ലേ വേണ്ടത്. മൂന്നാമത്തതും ഫഅലയാണ്, പക്ഷേ യഫ് അലു, ഐനിക്ക് ഫത്തഹ് കൊണ്ട്. എന്ത് എളുപ്പമാണ്. ഫഅല യഫ്ഉലു, ഫഅല യഫ്ഇലു, ഫഅല യഫ്അലു. 3 എണ്ണം പഠിച്ചു. ഇനി നാലാമത്തത് ഫഅലയല്ല, ഫഇലയാണ്. ഐനിക്ക് കെസർ, ഫഇല യഫ് അലു. ഇനി അഞ്ചാമത്തത് ഐനിക്ക് ലമ്മുണ്ട്, ഫഉല യഫ്ഉലു. അപ്പോൾ ഫഅല 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 3 എണ്ണം, പിന്നെ കെസർ ഐനിക്ക് ഫൈല, പിന്നെ അഞ്ചാമത്തത് ഫഉല ഐനിക്ക് ലമ്മ്. അപ്പോൾ ഇതാണ് സുലാസി മുജറദിൻ്റെ 5 ബാബുകൾ. അപ്പോൾ ഇത് പഠിക്കുന്നതിലൂടെ ലോകത്തുള്ള ഏത് 3 അക്ഷരമുള്ള അറബി പദം വന്നു കഴിഞ്ഞാലും ഈ 5 രൂപത്തിലേ അത് വരികയുള്ളൂ എന്ന് ചുരുക്കം. അതിനു വേണ്ടിയാണ് ഇത് പഠിക്കുന്നത്. ഏത് 3 അക്ഷരമുള്ളത് വന്നു കഴിഞ്ഞാലും ഈ 5 രൂപത്തിലേ അതിൻ്റെ മാളിയും മുലാരിയും വരുള്ളൂ. അപ്പോൾ സുലാസി മുജറദ് ഓടി. ഇനി സുലാസി മസീദ് ഫിഹി, അതിൽ അടിസ്ഥാന 3 അക്ഷരം തന്നെയാണ്, പക്ഷേ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് 1, 2, 3 അക്ഷരങ്ങൾ കൂടി വന്നിട്ടുണ്ട്. അതാണ് ഈ സുലാസി മസീദ് ഫിഹി. അങ്ങനെയും അറബിയിൽ ചില വാക്കുകൾ വരുന്നുണ്ട്. അടിസ്ഥാനം 3 അക്ഷരമായതുകൊണ്ട് ഈ 1, 2, 3 അക്ഷരം കൂടി വരുന്നുണ്ടല്ലോ, അതിൽ ആ 3 അക്ഷരം പോയാലും അർത്ഥം അവിടെ കിടക്കും. നേരെ മറിച്ച് 3 അക്ഷരം മാത്രമുള്ളതിൽ നിന്ന് ഒരു അക്ഷരം പോയി കഴിഞ്ഞാലോ പിന്നെ ആ വാക്കിന് അർത്ഥം ഉണ്ടാവില്ല. നേരെ മറിച്ച് ഇതിൽ 1, 2, 3 ഒക്കെ കൂടി വരുന്നതിൽ 1, 2, 3 പോയി കഴിഞ്ഞാലും അവിടെ അർത്ഥം ബാക്കി ഉണ്ടാവും. അത് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ മനസ്സിലാക്കണം. ഇപ്പോൾ ഇവിടെ അഫ്അല ഉണ്ട്. അഫ്അലയിൽ ഏതാ കൂടി വന്നത്? ആ എന്നുള്ളതാണ് കൂടി വന്നത്. ഫഅല എന്നുള്ള ബാക്കി 3 അക്ഷരങ്ങളും അവിടെ കിടക്കണം. ഇനി ഫഅലയിൽ വരുമ്പോൾ ഏതായിരിക്കും കൂടി വന്നിട്ടുണ്ടാവുക? ഫഅല എന്നുള്ളതിൽ അതിൽ ആ എന്നുള്ളത് ഷദ് ഉണ്ട് അല്ലേ? ആ ഷദ് 2 അക്ഷരമാണ്, അപ്പോൾ ഒരു ഐൻ അതിൽ കൂടുതലാണ്. ഇനി അടുത്തത് ഫഅല എന്നുള്ളത് വരുമ്പോൾ അതിൽ അലിഫ് കൂടുതലാണ്. ഇനി തഫഅല എന്നുള്ളതിലേക്ക് വരുമ്പോൾ താ കൂടുതലാണ്, പിന്നെ ഒരു ഐന് ഷദ്ദും ഉണ്ട്, അപ്പോൾ അവിടെ ഒരു ഐനും കൂടുതലാണ്. തഫഅല എന്ന് പറയുമ്പോൾ താവും കൂടുതലാണ്, അലിഫും കൂടുതലാണ്, അപ്പോൾ 2 അക്ഷരം അവിടെ കൂടി. ഇനി ഇഫ്തഅല എന്ന് പറയുമ്പോൾ അലിഫും കൂടുതലാണ്, താവും കൂടുതലാണ്. ഇനി ഇൻഫഅല എന്ന് പറയുമ്പോഴോ അലിഫും കൂടുതലാണ്, നൂനും കൂടുതലാണ്. ഫഅല എപ്പോഴും അവിടെ ഉണ്ടാവണം. പിന്നെ ഇനി ഇഫ്അല എന്നാവുമ്പോൾ അലിഫും കൂടുതലാണ്, ലാമ് 2 ഉണ്ട്, ഒരു ലാമും കൂടുതലാണ്. ഇനി ഇസ്തഫ്അല എന്ന് പറയുമ്പോൾ അതിൽ എത്ര അക്ഷരം കൂടുതലുണ്ട് നോക്കൂ. നമ്മൾ പറഞ്ഞ 3 അക്ഷരം അതിൽ കൂടുതലുണ്ട്. ഈ എന്നുള്ളതും സ് എന്നുള്ളതും ത എന്നുള്ളതും അതിൽ കൂടി വരുന്നതാണ്. നമ്മൾ ഈ വായിച്ചതൊക്കെ സുലാസി മസീദ് ഫിഹിൻ്റെ 9 വസ്നിൻ്റെ മാളിയായ ഫീലാണ്, അഥവാ കഴിഞ്ഞു പോയ കാലത്തിൻ്റെ മേൽ അറിയിക്കുന്നത്. ഇനി അതിൻ്റെ മുലാരി എങ്ങനെയാണ് വരിക എന്നുള്ളത് അതിൻ്റെ നേരെ തന്നെ നിങ്ങൾക്ക് കാണാനും കഴിയും. ഒരു പക്ഷേ സുലാസി മസീദ് ഫിഹിൻ്റെ വസ്ന് കൊടുത്തിട്ട് മാളി കൊടുത്തിട്ട് അതിൻ്റെ മുലാരി എഴുതാൻ ആവശ്യപ്പെട്ടേക്കാം, മുലാരി കൊടുത്തിട്ട് മാളി എഴുതാനും ആവശ്യപ്പെട്ടേക്കാം. അപ്പോൾ ഇത് പഠിച്ചു പോവുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി നമുക്ക് പറയാനുള്ളത് റുബായി മുജറദും റുബായി മസീദ് ഫിഹിയാണ്. റുബായി മുജറദ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാന 4 അക്ഷരങ്ങൾ മാത്രമുള്ളത്. റുബായി മസീദ് ഫിഹി ആകുമ്പോൾ അടിസ്ഥാന 4 അക്ഷരത്തിനേക്കാളും പുറമെ 1, 2 അക്ഷരങ്ങൾ കൂടി വരുന്നത്. റുബായി മുജറദിന് 4 അക്ഷരം മാത്രമുള്ളതിന് ഒറ്റൊന്നേ ഉള്ളൂ, എളുപ്പമാണ്, ഫഅല. പഠിച്ചു വെച്ചോളൂ. ഇനി റുബായി മസീദ് ഫിഹി ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. തഫഅല എത്ര അക്ഷരം ഉണ്ട്? അതിൽ 5 അക്ഷരം ഉണ്ട്. അപ്പോൾ അതിൽ ഒരു അക്ഷരം കൂടി വന്നതാണ്, മസീദ് ജാഹിദയായി വന്നതാണ്, അധികരിച്ചതാണ്. ഇനി ഇഫ്അല അതിൽ 6 അക്ഷരമുണ്ട്. 6 അക്ഷരം ഉണ്ടാകുമ്പോൾ എത്ര അക്ഷരം അധികമാണ്? 2 അക്ഷരം അധികമാണ്. അതിൽ ഒന്ന് ഈ ആണ്, അതുപോലെ തന്നെ അലിഫും പിന്നെ നൂനും അതിൽ കൂടുതലാണ്. ഇനി ഇഫ്അലല്ല എന്നാണ്. ഇഫ്അലല്ല ശ്രദ്ധിച്ച് വായിക്കണേ. ഇഫ്അലല്ലയിൽ എത്ര അക്ഷരമുണ്ട്? 6 അക്ഷരമുണ്ട്. 3 ലാമുണ്ട് അതിൽ. ആദ്യത്തെ ഒരു ലാമും പിന്നെ വരുന്നത് 2 ലാമ് ഷദ്ദുള്ളതാണ്. അപ്പം 3 ലാമും പിന്നെ 3 അക്ഷരവും, അതിൽ ഒരു അലിഫും അതുപോലെ തന്നെ ഒരു ലാമും അതിൽ കൂടി വന്നതാണ്. അപ്പോൾ ഇതാണ് സുലാസി മുജറദ് 5 ബാബുകൾ. അതുപോലെ തന്നെ സുലാസി മസീദ് ഫിഹിക്ക് 9 എണ്ണം പറഞ്ഞു. റുബായി മുജറദിന് 1, റുബായി മസീദ് ഫിഹിക്ക് 3 എണ്ണം. ഇത്രയേ ഉള്ളൂ.
ഇതാണ് ലിസാനിലെ ആദ്യത്തെ 3 പാഠത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്, പല ഉദാഹരണങ്ങളും കൊണ്ടുവന്നത്. ഇത് കൃത്യമായി മനസ്സിലായാൽ മാത്രമേ ബാക്കിയുള്ളത് കൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുള്ളൂ. ഇനി നമുക്ക് ചോദ്യങ്ങൾ വേഗം വേഗം വായിക്കാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ വായിച്ചു. ഇനി വ ഹസുന ഉലായിക്ക റഫീഖ എന്നുള്ളതിൽ ഹസുന എന്നുള്ളത് ക്രിയയാണ്. അത് നമ്മളവിടെ ഫീലിൽ എഴുതി. അതിൻ്റെ വസിൻ ഏതാണ്? ഫഉലയാണ്. ഇനി അൽ ആന ഹഫഫല്ലാഹു അൻകും വ അലിമ അന്ന ഫീക്കും ലഅഫ. അതിൽ അലിമയുണ്ട്. അലിമ ക്രിയയാണ്. ആ ക്രിയ ഏത് രൂപത്തിലാണ് വന്നിട്ടുള്ളത്? ഫഇല രൂപത്തിലാണ്. ഇനി അതിൻ്റെ അടുത്ത് നോക്കൂ, അതിനേക്കാൾ എളുപ്പമുള്ളതാണ്. മുകളിൽ കുറച്ച് ഫീലുകൾ കൊടുത്തിട്ടുണ്ട്. അതിന് സുലാസി മുജറദ്, സുലാസി മസീദ് ഫിഹി, റുബായി മുജറദ്, റുബായി മസീദ് ഫിഹി എന്നിങ്ങനെ വേർതിരിക്കാൻ. അതിനാണ് ഞാൻ നിങ്ങൾക്ക് ഓരോന്നിൻ്റെയും വസനുകളെ കൃത്യമായി ഞാൻ പഠിപ്പിച്ചു തന്നത്. അത് പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ ചോദ്യം വന്നാൽ വേഗം വേഗം എളുപ്പത്തിൽ എഴുതാൻ കഴിയും. ഇപ്പോൾ സുലാസി മുജറദിൽ ഇതിൽ ജലസ കറുമയാണ് വന്നത്, ഫഅല ഫഉല. പിന്നെ സുലാസി മസീദ് ഫിഹിൽ അക്ബല അഫ് അല. കണ്ടില്ലേ? അഫ് അല പഠിച്ചുകൊണ്ടാണ് എനിക്ക് അക്ബലൻ്റെത് കിട്ടുന്നത്. ഇസ്തക്ബറ ഇസ്തഫ് അല അത് ഓർമ്മയിലുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുപോലെ നിങ്ങളും അത് കാണാതെ പഠിച്ചാൽ വേഗം കിട്ടും. ഇനി റുബായി മുജറദിൽ വസ്വസ വരുന്നുണ്ട്, ഫഅലല. അത് ഫഅലലയാണ് അതിൻ്റെ ഒറ്റ മോഡൽ. ആ മോഡലിൽ തന്നെയാണ് വസ്വസയും വരുന്നത്. ഇനി റുബായി മസീദ് ഫീക്ക് 3 നമ്മൾ പഠിച്ചിട്ടുണ്ട്. തസൽ സലയും തഗൽ അല, ഈ 2 റുബായി മസീദ് ഫീഹിൽ ഇവിടെ എഴുതേണ്ടത്. ഇതെല്ലാം നമ്മൾ 3 പഠിച്ചത് ഓർമ്മയിലുണ്ടാവണം. ഇനിയുള്ളത് നമ്മളെ ലിസാനിലെ 4ാമത്തെ പാഠത്തിൽ പറഞ്ഞ വിഷയമാണ്. നിങ്ങൾക്കൊക്കെ മുലാരിയായ ഫീൽ അറിയാലോ. എഫലു മോഡലിൽ വരുന്ന യക്തുബു, യൻസുറു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്ക്. ഇതിൻ്റെയൊക്കെ അവസാനത്തെ അക്ഷരം ലമ്മല്ലേ? അവസാനത്തെ അക്ഷരം ലമ്മല്ലേ? എന്നാൽ ചില അക്ഷരങ്ങൾ അഥവാ 4 അക്ഷരങ്ങൾ നമ്മൾ പാഠത്ത് പഠിക്കുന്നുണ്ട്. ഈ 4 അക്ഷരങ്ങൾ മുലാരിയായ ഫീലിൻ്റെ മേലിൽ കടന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആ ലമ്മ് പോകും. എഫ് അലു എന്നുള്ള ലു പോയിട്ട് ല എന്നാകും. യൻസുറു എന്നുള്ള റു പോയിട്ട് യൻസുറ എന്നാകും. യക്തുബു എന്നുള്ളതിൽ ബു പോയിട്ട് ബ എന്നാകും. ആ 4 അക്ഷരങ്ങൾ ഇതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. അൻ ലൻ കൈ ഇതൻ, ഈ ചുവപ്പ് കളറിൽ നിങ്ങൾ കാണുന്ന അൻ ലൻ കൈ ഇതൻ, ഈ അക്ഷരങ്ങൾ മുലാരിയായ ഫീലിൻ്റെ തുടക്കത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മുലാരിയായ ഫീലിനിക്ക് ലമ്മ് കൊടുത്താൽ നിങ്ങൾക്ക് അറബി ഒന്നും അറിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഫോർ എക്സാമ്പിൾ, അൻ എഫ് അലു എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ വിവരമില്ലാത്തവനായി ആളുകൾ കണക്കാക്കപ്പെടും. അതുകൊണ്ട് ഈ അൻ ലൻ കൈ ഇതൻ, ഈ 4 അക്ഷരങ്ങൾ മുലാരിയായ ഫീലിനിക്ക് നെസ്ബ് കൊടുക്കുന്നതാണ്. നെസ്ബ് എന്ന് പറഞ്ഞാൽ ഫത്തഹ്, രണ്ടും ഒന്ന് തന്നെ. മുലാരിയായ ഫീലിനിക്ക് ഫത്തഹ് കൊടുക്കുന്ന ഈ 4 അക്ഷരങ്ങളാണ്. അപ്പോൾ ഈ അക്ഷരം ബ്രാക്കറ്റിൽ അക്ഷരം കൊടുത്തിട്ട് ശേഷം ഡാഷ് ഇട്ട് കഴിഞ്ഞ് തിരഞ്ഞെടുക്കാനും പറഞ്ഞാൽ നമ്മൾ ഏതേ തിരഞ്ഞെടുക്കാവൂ? അവസാനത്തിൽ ഫത്തഹുള്ള, അവസാനത്തിൽ നെസ്ബുള്ള മുലാരിയായ ഫീലെ തിരഞ്ഞെടുക്കാവൂ. അങ്ങനെ ഇത് പഠിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് വേഗം എന്ത് ചെയ്യാം? പ്രവർത്തനങ്ങൾ ചെയ്യാനും കഴിയും. ഇനി ചോദ്യത്തിലേക്ക് വരുമ്പോൾ, ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നു, അൻ ഡാഷ് അൽ ഖുർആന, ഖുർആനിനെ. നിങ്ങൾ ഏതാ തിരഞ്ഞെടുക്കുക? അഹ്ഫലു ഉണ്ട്, അഹ്ഫലയുണ്ട്, അഹ്ഫലുണ്ട്. ഏതാ തിരഞ്ഞെടുക്കുക? എളുപ്പമല്ലേ ഉസ്താദെ? കാരണം നിങ്ങൾ പറഞ്ഞില്ലേ അന്ന് വന്നു കഴിഞ്ഞാൽ ഫത്തഹുള്ളത് തിരഞ്ഞെടുക്കണം അഥവാ നെസ്ബുള്ളത് തിരഞ്ഞെടുക്കണം. അതുകൊണ്ട് ഞങ്ങൾ അഹ്ഫല, ല എന്നുള്ളതിന് ഫത്തഹാണ്, അഹ്ഫല തിരഞ്ഞെടുക്കും. അടുത്തത് യജിബു അലൈക്ക അൻ തഖ്താറ തിരഞ്ഞെടുക്കും. തഖ്താറു ഉണ്ട്, തഖ്താറ് ഉണ്ട്, അപ്പോൾ തഖ്താറ തിരഞ്ഞെടുക്കും. ഫറൽ വലതു, കുട്ടി ഓടി. കൈ എഞ്ചുവ, അവൻ രക്ഷപ്പെടുന്നതിന് വേണ്ടി. മിനൽ കൽബി, നായിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടി. എൻജുവ ഫത്തഹുള്ളത് തിരഞ്ഞെടുക്കണം. പിന്നെ അക്കൂല എന്നുണ്ട്, അതിൽ അൻ ലൻ അൻ കൈ ഇതൻ എന്നുണ്ട്. അപ്പോൾ ഇത് പാഠത്തിൽ പഠിച്ച ഒരു പോയിൻ്റാണ്. അക്കൂല ഞാൻ പറഞ്ഞു, ലൻ അത്തനാവലൽ ഹംറ ഞാൻ ലഹരി ഉപയോഗിക്കില്ല. അപ്പോൾ ഇതൻ എന്ന് പറഞ്ഞതിന് ഒരർത്ഥമുണ്ട്. ഇതൻ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ കള്ള് ഉപയോഗിക്കുകയില്ല. അപ്പോൾ അന്ന് എന്ന് പറഞ്ഞാലും വേണ്ടി എന്നാണ്, കൈ എന്ന് പറഞ്ഞാലും മുമ്പിൽ വന്നാലും വേണ്ടി. കൈ യക്തുബ എഴുതാൻ വേണ്ടി. അപ്പോൾ ആ കൈയും അന്നും ഒക്കെ ഏകദേശം ഒരു വേണ്ടി എന്നുള്ള അർത്ഥത്തിലേക്കാണ് വരിക. ഇതൻ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ വരിക? ഇതൻ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ, അപ്പോൾ ആ സമയത്ത് ഞാൻ ലഹരി ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അതവിടെ മുമ്പിൽ വന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കി വെക്കുക, ഉപയോഗവും മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയങ്ങൾ തന്നെയാണ്. അടിസ്ഥാന അക്ഷരത്തെക്കാളും 1, 2, 3 അക്ഷരങ്ങൾ കൂടി വരും എന്ന് നമ്മൾ പറഞ്ഞു. ആ കൂടി വരുന്ന അക്ഷരങ്ങൾ ഏതാണെന്ന് നമ്മൾ കണ്ടെത്തണം.
ഇനി കൂടി വരുന്നത് ഫ അല എന്ന് ഈ അക്ഷരങ്ങളുടെ സ്ഥാനത്താണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആ എന്നുള്ളതിന് ഷെദ് വന്നാൽ നമ്മൾ എന്ത് എഴുതണം? ഐൻ ഫീൽ കൂടി എന്ന് എഴുതണം. ഐൻ ഫീലാണ് അതിൽ കൂടിയത്. ഇനി ലായാണ് ഷെദ് ഉള്ളത് വന്നാൽ ലാം ഫീൽ കൂടി എന്ന് പറയണം. വെറും ലാം കൂടി എന്ന് പറയാതെ ലാം ഫീൽ കൂടി എന്ന് പറയണം. ഇനി ഫ അല ഈ മൂന്ന് അക്ഷരത്തിന് സ്ഥാനത്തല്ലാത്ത അലിഫോ താവോ ഒക്കെ ആണെങ്കിൽ അലിഫ് കൂടി, താവ് കൂടി, നൂന് കൂടി എന്ന് നമുക്ക് പറയാം. അതാണ് ഇതിൽ പറയുന്നത്. വാഫക്ക എന്നുള്ള ഒരു ക്രിയയാണ്. അതിൻ്റെ വസ്ന ഏതാണ്? അടിസ്ഥാന മോഡൽ ഫ അലയാണ്. അതിൽ കൂടി വന്നത് അലിഫാണ്. തക്കദ്ദമ അതിൻ്റെ അടിസ്ഥാന മോഡൽ ഏതാണ്? തഫ അല. നിങ്ങൾ കണ്ടില്ലേ, ഐന് അവിടെ ഷെദ്ദുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു ഐന് കൂടുതലാണ്, താവും കൂടുതലാണ്. പിന്നെ വെറും ഐന് കൂടുതലാണെന്ന് പറയാൻ പറ്റില്ല, ഐൻ ഫീൽ കൂടുതലാണ് എന്ന് പറയണം. ഇജ്തമഅ ഇഫ്തഅല വസ്നാണ്, അതിൽ അലിഫും താവും കൂടുതലാണ്. ഇഹ്മറയോ ഇഫ്അല്ല വസ്നാണ്, അതിൽ അംസും ലാം ഫീലും കൂടുതലാണ്. കാരണം ലാ എന്നുള്ളതിൽ ഷെദ്ദുണ്ട്, അതിലൊരു ലാമ് കൂടുതലാണ്. അപ്പോൾ വെറും ലാമ് കൂടുതലാണെന്ന് പറഞ്ഞാൽ പോരാ, ലാം ഫീൽ കൂടുതലാണെന്ന് പറയണം. ഇൻസ്വറഫ ഇൻഫഅല അതിലേത് കൂടുതലാണ്? അലിഫ് വന്നൂന്, അലിഫും നൂനും കൂടുതലാണ്. അപ്പോൾ ഇതുപോലെയാണ് ഈ പട്ടിക ഫില്ല് ചെയ്യേണ്ടത്. ഒരു പക്ഷേ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാതെയായി പോകരുത്. ഇനി അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ ഉപയോഗിച്ച് സെൻറ്റൻസ് ഉണ്ടാക്കാനാണ്. അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് വായിച്ചാൽ മതി. ഷെരിബ തിഫ്ലു അൽ ലബന കുട്ടി പാല് കുടിച്ചു. ജലസൽ അബു അലൽ കുർസിയെ വാപ്പ കസാരയുടെ മേലിരുന്നു. അൻസൽ അള്ളാഹു അൽ ഖുർആന അള്ളാഹു ഖുർആൻ ഇറക്കി. അതിനുശേഷം അരിബ് അറബിയാക്കാനാണ്. അറബി മലയാളമാണ് കൊടുക്കേണ്ടിയിരുന്നത്, മലയാളം വേഗത്തിൽ മനസ്സിലാവാൻ വേണ്ടി കൊടുത്തതാണ്. അതിൻ്റെ അറബിയും അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇതുപോലത്തെ ചോദ്യം പ്രതീക്ഷിക്കാം, അതുകൊണ്ട് പാഠഭാഗം നന്നായി വായിക്കുക. ശേഷം അജിബ് ഉത്തരം എഴുതുക എന്ന് പറയുന്ന ഒരു ചോദ്യത്തിൽ ഫീൽ മുലാരി യക്കൂനും മൻസൂബൻ മത്ത, മുലാരി ആയ ഫീലിക്ക് നെസ്ബ് കിട്ടും എപ്പോൾ? ഫതഹ് കിട്ടും എപ്പോൾ? ഫീൽ മുലാരി യക്കൂനും മൻസൂബൻ മൻസൂബാകും എപ്പോൾ? ഇദാ സബഖഹു നാസിബുൻ, നെസ്ബ് ചെയ്യുന്ന അക്ഷരങ്ങൾ അതിൻ്റെ മുമ്പിൽ വന്നാൽ. നെസ്ബ് ചെയ്യുന്ന അൻ, ലൻ, കൈ, ഇദൻ ഈ 4 അക്ഷരത്തിൽ നിന്നൊന്ന് അതിൻ്റെ മുമ്പ് വന്നാൽ അതിനിക്ക് നെസ്ബ് കിട്ടും. 2 അൽ ഫീലു സുലാസിയുമാഹുവ, സുലാസിയായ ഫീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സുലാസി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ 3 ആണെന്നറിയാം. അപ്പോൾ അടിസ്ഥാന 3 അക്ഷരങ്ങൾ വരുന്ന ഫീലുകളെ പറ്റിയിട്ടാണ് സുലാസി എന്ന് പറയുക. ഇനി റുബായി മസീദ് ഫിഹി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ നേരത്തെ പറഞ്ഞു. റുബായിൽ മസീദ് ഫിഹി വൽ ഫീലു ലദി സീദ ഫിഹി, അതിൽ കൂടുതലായിരിക്കും ഹർഫുൻ ഔ ഹർഫാനി, 1 2 അക്ഷരങ്ങൾ കൂടുതലായിരിക്കും അല അഹ്റുഫുൽ അസ്ലിയ അടിസ്ഥാന അക്ഷരത്തേക്കാൾ. പിന്നെ അടുത്തത് അർത്ഥം എഴുതാനുള്ളതാണ്. ചിലപ്പോൾ ചോദിച്ചേക്കാം, പാഠഭാഗത്തിലുള്ള അർത്ഥങ്ങളൊക്കെ നോട്ട് ചെയ്യുക. വായിച്ചു കഴിഞ്ഞതിലൂടെ ചോദ്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല വീഡിയോകൾ നമുക്ക് ചെയ്യണം. ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, കമൻറ്റിലൂടെ നന്ദി അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല വീഡിയോയുമായി വീണ്ടും കാണാം.